കേണൽ രാജീവ് മണാലി, പട്ടത്തുള്ള SCT ഹോസ്പിറ്റലിൻ്റെ മാനേജിംഗ് ഡയറക്ടറും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമാണ്. ഇന്ന് ജൂൺ 5. ഞാൻ ഇന്ന് സംവദിക്കാൻ ഉദ്ദേശിക്കുന്നത് പരിസ്ഥിതി ദിനവും ആരോഗ്യ സംരക്ഷണവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. എന്താണ് ഈ ബന്ധമെന്ന് ചോദിച്ചാൽ, ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ മിക്കവാറും ആലോചിക്കാറുള്ളത് ക്യൂറേറ്റീവ് പ്രാക്ടീസസിനെ കുറിച്ചാണ്. എന്നുവെച്ചാൽ രോഗം വന്നതിന് ശേഷം ചികിത്സിച്ച് ഭേദമാക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ കൂടുതലും ആരോഗ്യ സംരക്ഷണമായിട്ട് എടുത്ത് കാണിക്കാറുള്ളത്, അല്ലെങ്കിൽ പറയാറുള്ളത്, അല്ലെങ്കിൽ ചിന്തിക്കാറുള്ളത്. എന്നാൽ ആരോഗ്യ സംരക്ഷണത്തിന് രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. ഒന്ന് പ്രിവെൻഷൻ, അതായത് രോഗം വരുന്നതിൽ നിന്ന് തടയുക അല്ലെങ്കിൽ പ്രതിരോധിക്കുക. രണ്ടാമത്തേത് ക്യൂർ. SCTയിൽ ഞങ്ങൾ ഇതിന് രണ്ടിനും തുല്യ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതായത് ഒരു ആശുപത്രി എന്നുള്ള നിലയ്ക്ക് ക്യൂർ മാത്രമല്ല, രോഗം പ്രതിരോധിക്കാനും കഴിയണം. രോഗം പ്രതിരോധിക്കാൻ ഇവിടെ വരുന്നവരെ പ്രോത്സാഹിപ്പിക്കണം എന്നൊരു ചിന്താഗതിയാണ് ഞങ്ങൾ കൂടുതലും വെച്ച് പുലർത്തുന്നത്. അതിനായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പ്രിവെൻറ്റീവ് കെയർ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഉണ്ട്. ഞങ്ങൾ പുറത്തു പോയി സ്കൂളുകളിലും കോളേജുകളിലും അതുപോലെ പല സ്ഥാപനങ്ങളിലുമൊക്കെ പോയി സംസാരിക്കുന്നുണ്ട്. അവയർനെസ് ക്യാമ്പ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പലരുമായിട്ടും സംവാദങ്ങൾ നടത്താറുണ്ട്, എങ്ങനെ ആരോഗ്യ സംരക്ഷണം നടത്തണമെന്നുള്ളത്. അതുപോലെ തന്നെ മാനസിക ആരോഗ്യത്തെക്കുറിച്ചൊക്കെ ഞങ്ങൾ വളരെ കാര്യമായിട്ട് ലഹരി വിരുദ്ധ ക്യാമ്പയിനുകളുമൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പ്രിവെൻറ്റീവ് കെയറിന് വളരെ അധികം പ്രാധാന്യം നൽകുന്ന അല്ലെങ്കിൽ ഉള്ള ഒരു സംഗതിയാണ് ഈ പരിസ്ഥിതി സംരക്ഷണം. ഇന്ന് നമ്മൾ കാണുന്ന മിക്ക പ്രശ്നങ്ങളും ഭക്ഷണത്തിൻ്റെ ആയാലും, ഈവൻ നമ്മൾ ശ്വസിക്കുന്ന വായുവിൻ്റെ ആയാലും, കുടിക്കുന്ന ജലത്തിൻ്റെ ആയാലും, അതിന് വരുന്ന മലിനീകരണം ആണ് മിക്ക അസുഖങ്ങൾക്കും കാരണഭൂതൻ. അപ്പോൾ ഈ പരിസ്ഥിതി നമ്മൾ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ ഈ രോഗങ്ങൾ വരാനുള്ള കാരണം നമ്മൾ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായി തന്നെ കരുതണം എന്ന് കരുതുന്ന കൂട്ടത്തിലാണ് ഞങ്ങളിവിടെ SCTയിൽ. അതുകൊണ്ട് തന്നെ ഈ പരിസ്ഥിതി ദിനം ഞങ്ങൾ വളരെ കാര്യമായിട്ട് ആഘോഷിക്കുന്നു, അല്ലെങ്കിൽ ആചരിക്കുന്നു. കഴിഞ്ഞ വർഷം ഇതേ ദിവസം ഞങ്ങളിവിടെ ഒരു സുഗതവന പദ്ധതി തുടങ്ങി വയ്ക്കുകയുണ്ടായി. സുഗതകുമാരി ടീച്ചറിൻ്റെ പരിസ്ഥിതിയോട് വേണ്ടി വളരെയധികം വാദിച്ച് ജയിച്ചിട്ടുള്ള ഒരു വ്യക്തിയായ സുഗതകുമാരി ടീച്ചറിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി നവതിദിന ആഘോഷ കമ്മിറ്റിയുമായിട്ട് ചേർന്നിട്ടാണ് ഞങ്ങളിവിടെ ഒരു സുഗതവന പദ്ധതി തുടക്കമിട്ടത്. ഈ പദ്ധതി അനുസരിച്ച് എല്ലാ നക്ഷത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വൃക്ഷങ്ങൾ, അവരുടെ തൈകൾ ഞങ്ങളിവിടെ നടുകയുണ്ടായി. ഇന്ന് അതേ ദിവസം ജൂൺ 5 ഞങ്ങൾ ആ നട്ട തൈകളെല്ലാം ഒന്ന് പോയി വീണ്ടും കാണുകയും അത് വളർന്ന് വലുതായി കണ്ട് ഞങ്ങളത് ഒരു ആ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും, അതുപോലെ തന്നെ എവിടെയൊക്കെ 4-5 തൈകൾ പെട്ടുപോയിരുന്നു അതിന് പകരം പുതിയ തൈകൾ നടുകയും, പിന്നെ ഉള്ള മരങ്ങൾക്ക് പുറമെ കൂടുതൽ ചെടികൾ നടുകയൊക്കെ ചെയ്തു. അപ്പം ഞങ്ങളുടെ മുദ്രാവാക്യം ഇത്രമാത്രമാണ്: പരിസ്ഥിതിയും ആരോഗ്യവും രണ്ടും ഒരുപോലെ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. ആരോഗ്യ സംരക്ഷണം എന്ന് പറയുമ്പോൾ ഞങ്ങൾ കൂടുതൽ ഊന്നൽ നൽകുന്നത് പ്രിവെൻറ്റീവ് കെയറിനാണ്, രോഗപ്രതിരോധത്തിനാണ്. അപ്പോൾ ഈ രോഗപ്രതിരോധവും പരിസ്ഥിതി സംരക്ഷണവും ഇണചേർന്ന് നിൽക്കുകയാണ്. അത് രണ്ടും ഒന്നായിട്ടേ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ പരിസ്ഥിതി ദിനത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, വരൂ നമ്മൾ ഈ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഭാഗമാകാം. അതുവഴി വരാനിടയുള്ള രോഗങ്ങൾക്ക് ഒരു തടയിടുകയും ചെയ്യാം. ഈ ഒരു തോട്ട് പ്രോസസ്സ് സമൂഹത്തിൽ പടർന്ന് പിടിക്കാനിടയാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഒരു നല്ല പരിസ്ഥിതി ദിനം
ഞാൻ ആശംസിക്കുന്നു.